അക്ഷയ് നിൽക്കുന്നത് UDF-ന്റെ പ്രചാരണ സമാപന മുഖത്താണ്. ഇവിടെ ബാരിക്കേഡ് വെച്ച് തടഞ്ഞിട്ടുണ്ട്. തൊട്ടപ്പുറത്ത് എന്റെ വലതുവശത്താണ് BJP-യുടെ പ്രചാരണ സമാപനം. ഇടതുവശത്ത് അപ്പുറത്താണ് LDF-ന്റെ പ്രചാരണ സമാപനം. അങ്ങനെ മൂന്ന് മുന്നണികളും ഇവിടെ പാലക്കാട് ബസ് സ്റ്റാൻഡിൽ കേന്ദ്രീകരിക്കുകയാണ്. സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ കേന്ദ്രീകരിക്കുകയാണ്. സ്ഥാനാർത്ഥിമാർ 3 പേരും അവരുടെ വാഹന ജാഥകൾ നേറി ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇവിടെ നേതാക്കൾ ഇതിനോടകം തന്നെ ഉണ്ട്. എന്താണ് അക്ഷയ തോന്നുന്നത്? ഒരു വലിയ UDF മാത്രം നോക്കുകയാണെങ്കിൽ UDF പ്രവർത്തകരുടെ ഒരു സാഗരം അവരിവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. റോഡ് ഷോ ഇങ്ങോട്ടേക്ക് കടന്നു വരുമ്പോൾ എന്താകും കാഴ്ച എന്നാണ്. അത്രമാത്രം ആളുകൾ ഇപ്പൊ എത്തിയിട്ടുണ്ട്. വന്നാവേശത്തിലാണല്ലോ ഭയങ്കര ആവേശത്തിലാണ്. UDF-ന്റെ പൂരമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. നമ്മുടെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ രാഹുൽ മാങ്കൂട്ടം നിശബ്ദമായി ജയിക്കും. UDF-ന്റെ പൂരമാണ് നടക്കുന്നതാണ്. പിണറായിയുടെ അന്തിക്കുദാശ. ശരിതല പൂരത്തിനുള്ള ആൾക്കാരുണ്ട്. ഒരു പൂരത്തിനുള്ള ആഘോഷവും ആവേശവും ഉണ്ട്. എന്തായാലും അത് ആ പൂരം രാഷ്ട്രീയത്തിനുള്ള ഏക സ്ഥാനാർത്ഥിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. കൂട്ടിക്കെടുപ്പ് രാഷ്ട്രീയത്തിനെതിരെയുള്ള ഏക സ്ഥാനാർത്ഥിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. നേതാക്കളുണ്ട്. അടക്കമുള്ള നേതാക്കളുണ്ട്. കൃഷ്ണയുണ്ട്. നേരത്തെ തന്നെ പ്രചരണ സമാപനത്തിന് വേണ്ടി കാത്തിരിക്കുകയാണല്ലോ. ഒരു വലിയ ഷോ ആണോ ഇവിടെ ഉദ്ദേശിക്കുന്നത്? തീർച്ചയായിട്ടും UDF അതിന്റെ ഏറ്റവും വലിയ ഷോയാണ് ഈ കൊട്ടിക്കലാശത്തിൽ കാണിക്കുന്നത്. കാരണം ഞങ്ങളുടെ പ്രവർത്തകർ വളരെ ആവേശത്തിലാണ്. കഴിഞ്ഞ 10-30 ദിവസക്കാലമായി ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ചിട്ടയായ പ്രവർത്തനത്തിന്റെ പരിസമാപ്തിയാണ് ഈ റോഡ് ഷോയും അതിനെ തുടർന്നുള്ള കൊട്ടിക്കലാശവും. സ്ഥാനാർത്ഥിയും ആയിരക്കണക്കിന് പ്രവർത്തകരും റോഡ് ഷോ ആയിട്ട് ഏതാനും മിനിറ്റുകൾക്ക് തന്നെ ഇവിടെ എത്തിച്ചേരും. UDF പാലക്കാടിന്റെ ചരിത്രത്തിൽ ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത ഏറ്റവും വലിയ റോഡ് ഷോ രാഹുൽ മാങ്കൂട്ടം 10,000-കണക്കിന് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ പാലക്കാട് ജയിച്ചു.